പ്രിയ സ്നേഹിതരെ, പല കാരണങ്ങൾ കൊണ്ടുള്ളിൽ വെറുപ്പും വൈരാഗ്യവും കൊണ്ടു നടക്കുന്ന മനുഷ്യരുണ്ട്. അവരെ ക്ഷമിക്കണമെന്ന് ഉപദേശിക്കാൻ എളുപ്പമാണ്. എന്നാൽ അതേ സാഹചര്യം നമുക്കുണ്ടാകുമ്പോൾ ക്ഷമിക്കുക എന്നത് ദുഷ്കരമായൊരു സമീപനമാണെന്ന് നമുക്കും ബോധ്യമാകും. ഒരിക്കൽ പത്രോസ് ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ സഹോദരനോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന്. യേശു പറയുന്നത് 770 പ്രാവശ്യമെന്ന. 770 പ്രാവശ്യം എന്ന് പറയുമ്പോൾ 490 പ്രാവശ്യം എന്നാ കണക്ക്. അത്രയധികം പ്രാവശ്യം ഒരാൾ ചെയ്യുന്ന തെറ്റ് ക്ഷമിക്കൂ എന്നത് പ്രായോഗികമല്ല. എങ്കിലും ക്രിസ്തു നമ്മളിന്ന് പ്രതീക്ഷിക്കുന്ന മനോഭാവം അത് തന്നെയാണ്. അനന്തമായി ക്ഷമിക്കുവാൻ കരുത്തുള്ളവനാകണമെന്ന്. ഏറ്റവും മനോഹരമായ ഉദാത്തമായ ക്ഷമയുടെ പാഠം കാൽവരിയിലുണ്ട്. കുരിശിൻ്റെ വിരിമാറിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ അവനെ വധിക്കുവാൻ ഗൂഢാലോചന നടത്തിയ, കളസാക്ഷ്യം പറഞ്ഞ് അവന് വധശിക്ഷ വാങ്ങിക്കൊടുത്ത, അവൻ്റെ വേദന ഉള്ളുകൊണ്ട് സന്തോഷിച്ച, അവൻ്റെ അപമാനങ്ങൾ പരിഹാസിച്ചുണർത്തിയ മനുഷ്യരോടുള്ള അവൻ്റെ സമീപനമാണത്. നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നൊരു സമീപനം. ഭൂമിയിൽ ഏറ്റവും നിഷ്കളങ്കനായ പാപത്തിൻ്റെ കണിക പോലുമില്ലാത്തവൻ മരണത്തിന് തൊട്ടു മുമ്പ് ഒരുവിട്ട വാക്കുകൾ നൂറ്റാണ്ടുകൾക്കപ്പുറവും മാനവഹൃദയത്തിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക. പിതാവേ, അവ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. ഫാദർ, forgive them for they do not know what they are doing. വെറുക്കാതെ നമ്മുടെ മുഴുവൻ ന്യായീകരണങ്ങളും തകർത്ത് തരിപ്പണമാക്കുന്ന ജീവിത മാതൃകയാണത്. പഴയകാല തിക്താനുഭവങ്ങളുടെ നീറ്റലിൽ ഇനി ജീവിക്കില്ലെന്നൊരാൾ ഉള്ളിലെടുക്കുന്ന തീരുമാനത്തിന് സാക്ഷാത്കാരമാണ് യഥാർത്ഥ ക്ഷമ. പക വെച്ച് നടന്നാൽ ഒരാൾ സ്വയം വിഷം കടിച്ചിട്ട് മറ്റൊരാൾ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെയുള്ള വിഡ്ഢിത്തമാണെന്നേ. ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ കാല വേദന നമ്മൾ ഓർക്കരുത്. ആ ഓർമ്മയുടെ ബന്ധങ്ങളിൽ നിന്ന് പൂർണ്ണമായി മോചിതനാകുവാൻ ഒരാൾ നിന്നോട് ചെയ്ത അപരാധത്തിന് കടം ഇളവ് ചെയ്ത് കൊടുക്കണമെന്നർത്ഥം. ക്രിസ്തു അവനെ കൊലപ്പെടുത്തിയവരോട് ക്ഷമിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും കഴിയുമെന്നേ. ഏറ്റവും സത്യസന്ധമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദൈവവുമായിട്ടുള്ള ആത്മബന്ധത്തെ തകർക്കുന്ന എന്തെങ്കിലുമൊക്കെ അപരാധങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് നമ്മളൊക്കെ. പക്ഷേ ക്രിസ്തു അനുരഞ്ജനത്തിനൊരു മാർഗം തുറന്നു തന്നിരിക്കുന്നു. നമ്മൾ നമ്മുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ദൈവവും നമ്മുടെ കടങ്ങൾ ഇളവ് ചെയ്ത് തരുമെന്ന മാർഗമാണത്. ആകയാൽ നിരുപാധികം ക്ഷമിക്കാനുള്ള കരുത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക്. ആമേൻ.